ലാഭക്കണക്കിലെ മരുമകൾ. ഗോവിന്ദൻ നായർ ജീവിതം മുഴുവൻ ലാഭം മാത്രമാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. വെള്ളമൊഴിക്കാൻ പോലും എത്ര ലിറ്റർ എന്ന് കണക്കിട്ട് നീരൊഴുക്ക് നിയന്ത്രിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. പ്രായമായതോടെ വീട്ടുജോലികൾ ബുദ്ധിമുട്ടായി. ജോലിക്കാരിക്ക് ദിവസേന 500 രൂപ കൊടുക്കുന്നത് അദ്ദേഹത്തിന് വലിയ നഷ്ടമായി തോന്നി. മകനു കല്യാണം കഴിപ്പിച്ചാൽ മതി. ജോലിക്കാരിയും മരുമകളുമായി ഒരാളായിരിക്കും. മാസത്തിൽ 15,000 ലാഭം, ഗോവിന്ദൻ നായർ സന്തോഷത്തോടെ പറഞ്ഞു. ഭാര്യ ഭവാനിയും അതിൽ യോജിച്ചു. അങ്ങനെ അവർ തിരഞ്ഞു തുടങ്ങിയത് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ അല്ല, വീട് നന്നായി നോക്കുന്ന പെൺകുട്ടിയെയാണ്. അങ്ങനെ മീരയെ കണ്ടു. പഠിച്ചവളായ മീര വീട്ടുപണി മനസ്സോടെ ചെയ്യുന്നത് കൊണ്ട് നായർക്കു അത് ലാഭകരമായ മാച്ച് ആയി തോന്നി. വിവാഹം നടന്നു. മീര വീട്ടിൽ മുഴുകി. പാചകം, വൃത്തിയാക്കൽ, കച്ചവടം എല്ലാം കൃത്യമായി. നായർ തൃപ്തിയായി ഭവാനിയോട് പറഞ്ഞു, ഇതുപോലൊരു മരുമകളെ കിട്ടിയതും കൂലി ലാഭിച്ചതും ഒരുമിച്ച്. പക്ഷേ മീരയ്ക്കു മറ്റൊരു കണക്കുണ്ടായിരുന്നു. വീട്ടിലെ പാഴ്സാധനങ്ങൾ വിറ്റ് ചെറിയ സംരംഭം തുടങ്ങി. വീട്ടിൽ ഉണ്ടാക്കിയ അച്ചാർ, പായസം എന്നിവ വിൽക്കാൻ തുടങ്ങി. സന്തോഷിനെയും പുതിയ ജോലിക്ക് പ്രേരിപ്പിച്ചു. വീട്ടിൽ പണപ്രവാഹം വർദ്ധിച്ചു. ഒരു ദിവസം ഗോവിന്ദൻ നായർ അക്കൗണ്ട് നോക്കി വിസ്മയിച്ചു. മാസത്തിൽ 15,000 ലാഭം എന്നു കരുതിയപ്പോൾ ഇപ്പോൾ 10,000 സമ്പാദിക്കുന്നു. അന്ന് ആദ്യമായി അദ്ദേഹം പറഞ്ഞു, മരുമകൾ വീട്ടുജോലിക്കാരിയല്ല, വീടിന്റെ ഭാഗ്യമാണ്. വിവാഹം കണക്കിന് വേണ്ടിയല്ല, ബന്ധത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ ലാഭം പണത്തിലല്ല, മനസ്സിലായിട്ടുള്ള മനുഷ്യരിലാണ്.